നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം അത് ഇതാണ്. നമ്മുടെ സഭയിൽ നമ്മൾ പ്രസംഗിക്കുന്നതും ക്രിസ്തീയ കോളത്തിൽ പൊതുവെ പ്രസംഗിക്കപ്പെടുന്നതും അത് നാം ഊന്നിപ്പറയുന്നത് നാം എന്താണോ അതാണ് നാം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത്. നിങ്ങൾ എന്താണ് അതാണ് നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത്. കർത്താവിന് മുമ്പാകെ നിങ്ങൾ എന്താണ് അതാണ് നിങ്ങൾ കർത്താവിനായിട്ട് എന്ത് ചെയ്യുന്നു അതിനേക്കാൾ പ്രധാനപ്പെട്ടത്. നിങ്ങൾ മിക്ക ക്രിസ്തീയ സഭകളെയും നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. അവർ ചോദിക്കും, എന്താണ് നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആദ്യം ഞാൻ എന്തോ ആകണം. ഇത് നമ്മൾ ഊന്നി പറയുന്നതിന്റെ കാരണം ഒരു വാക്യം ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ഒരിക്കലും ആരും ഇതേക്കുറിച്ച് പ്രസംഗിച്ച് കേട്ടിട്ടില്ല. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 1-ാം വാക്യം. നമ്മൾ ഈ ഒരു കാര്യം എപ്പോഴും ഊന്നി പറയാറുണ്ട്. യേശു ചെയ്തതും പഠിപ്പിച്ചതും അവനത് ആദ്യം തൻ്റെ ജീവിതത്തിൽ ചെയ്തു, അതിനുശേഷം മറ്റുള്ളവരെ പഠിപ്പിച്ചു. അവനെന്തോ ആയിരുന്നു, അതിനുശേഷം അവൻ മറ്റുള്ളവരെ ശുശ്രൂഷിച്ചു. അതുകൊണ്ട് ഒരു ജീവിതമാണ് ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ശുശ്രൂഷയാണ് ഊന്നി പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നതെങ്കിൽ, നിങ്ങൾ അവസാനം ഒരു കപടഭക്തനായി മാറും. ഇത് മറക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളൊരു നിഗളിയായി മാറും. നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളൊരു നിഗളിയാകും. നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം അവർ ചെയ്യുന്ന പല കാര്യങ്ങളിലാണ് പ്രശംസിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ലോകം മനുഷ്യന്റെ സ്വഭാവത്തെ പ്രശംസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. മനുഷ്യരെ പ്രശംസിക്കുന്നത് അവർ ചെയ്ത കാര്യങ്ങളെ ഓർത്താണ്. മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയി വലിയ കാര്യങ്ങൾ ചെയ്തു. അവരെങ്ങനെ അവരുടെ ഭാര്യമാരോട് വസിച്ചെന്നോ അവരെങ്ങനെ അവരുടെ മക്കളെ വളർത്തിക്കൊണ്ട് വന്നോ നമുക്കറിയത്തില്ല. അത് പ്രധാനപ്പെട്ട കാര്യമല്ല. അവർ ചന്ദ്രനിൽ പോയി. അവർ 100 മീറ്റർ ഓട്ടത്തിലോ മാരത്തോണിലോ ലോക റെക്കോർഡ് ഭേദിച്ചു. ഇതെല്ലാം അവർ ചെയ്ത കാര്യങ്ങളാണ്. കായിക മേഖലയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലോ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരോ പ്രസിഡന്റുമാരോ നേതാക്കന്മാർ ഏത് മേഖലയിലേക്ക് നിങ്ങൾ നോക്കൂ, ശാസ്ത്ര മേഖലയോ കായിക മേഖലയോ എല്ലായിടത്തും ചെയ്തതിനെ കുറിച്ചാണ്. നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു. ക്രിസ്തീയ കോളത്തിൽ പോലും ആളുകൾ പുസ്തകങ്ങൾ എഴുതുന്നു, അവർ പലയിടങ്ങളിൽ ട്രാവൽ ചെയ്യുന്നു, അവർ പലരോട് സുവിശേഷം അറിയിക്കുന്നു, പലരെ ക്രിസ്തുവിലേക്ക് നടത്തുന്നു. ഇതെപ്പോഴും അവർ ചെയ്തതിനെ കുറിച്ചാണ്. വേദപുസ്തകത്തിൽ യേശു എത്ര പേരെ വിശ്വാസത്തിലേക്ക് നടത്തി എന്നതിനൊരു തെളിവില്ല, ഒരു തെളിവുമില്ല. പരിശുദ്ധാത്മാവ് അതേക്കുറിച്ച് ഒന്നും എഴുതിയില്ല. യേശു എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു അതും പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയില്ല. യേശുക്രിസ്തു എന്തൊക്കെ ശുശ്രൂഷകൾ ചെയ്തു അതല്ല അവിടെ പ്രധാനം. നിശ്ചയമായിട്ടും അവൻ മറ്റാരേക്കാളും കൂടുതൽ ശുശ്രൂഷകൾ ചെയ്തു. അതിനേക്കാളും പ്രധാനം അവൻ ആരായിരുന്നു എന്നുള്ളതിലാണ്. അവൻ ചെയ്തു തുടങ്ങി എന്ന് നാം വായിക്കുന്നത് അവന്റെ ജീവിതത്തെക്കുറിച്ചാണ്. അതിനുശേഷം അവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ഊന്നി പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്നായിരിക്കണം നമ്മുടെ ശുശ്രൂഷകൾ വരേണ്ടത്. കാരണം യേശു ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ അകത്തു നിന്നാണ് ജീവന്റെ ജലം പൊട്ടിപ്പുറപ്പെട്ടു വരേണ്ടത്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 1-ാം വാക്യം അവിടെ കാണുന്നത് ലൂക്കോസ് ആണ് ഈ സുവിശേഷം എഴുതിയത്. ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയ അതേ ലൂക്കോസ്. കാരണം ലൂക്കോസിന്റെ സുവിശേഷം എഴുതുമ്പോഴും തിയോഫിലോസിനാണ് അത് എഴുതുന്നത്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം എന്ന് അവിടെ പറയുന്നത് ലൂക്കോസ് സുവിശേഷമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ മുഖവര അത് ലൂക്കോസ് തന്നെ കൊടുത്തതാണ്. അത് ഇങ്ങനെയാണ്: അവൻ ചെയ്തതും പഠിപ്പിച്ചതുമായ സുവിശേഷം. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്താണ് അപ്പോസ്തല പ്രവൃത്തി? അപ്പോസ്തല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ യേശു തുടർന്ന് തന്റെ ആത്മീയ ശരീരത്തിലൂടെ ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രവൃത്തി. തന്റെ ആത്മീയ ശരീരത്തിലൂടെ. ലൂക്കോസിന് സുവിശേഷം കർത്താവ് തന്റെ ഭൗതിക ശരീരത്തിൽ കൂടെ ചെയ്ത പ്രവൃത്തിയും അപ്പോസ്തല പ്രവൃത്തികൾ തന്റെ ആത്മീയ ശരീരത്തിൽ കൂടെ ചെയ്ത പ്രവൃത്തി. കഴിഞ്ഞ 2000 വർഷമായിട്ട് യേശു താൻ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് തന്റെ ആത്മീയ ശരീരമാകുന്ന സഭയിൽ കൂടെയാണ്. അതാണ് നമ്മൾ കാണുന്നത്. സഭയെന്ന് പറയുന്നത് കർത്താവിന്റെ ആത്മീയ ശരീരമാണ്. നിങ്ങളിൽ ആരൊക്കെ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്,
നിങ്ങൾ ഈ ശരീരത്തിൻ്റെ ഭാഗമാണ്. കർത്താവ് നിങ്ങളിലൂടെ പ്രവർത്തിക്കുകയും നിങ്ങളിൽ കൂടെ മറ്റുള്ളവരെ പഠിപ്പിക്കാനോട്ടും ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു വലിയ ഉപദേഷ്ടാവോ പ്രസംഗകനോ ആയിരിക്കുകയല്ല. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ. നമ്മളിൽ എല്ലാവർക്കും വേറൊരാളെ പഠിപ്പിക്കാൻ കഴിയും. ഒരു LKG പഠിക്കുന്ന കുട്ടിക്ക് പോലും വേറൊരാളെ പഠിപ്പിക്കാൻ കഴിയും. ഒരു ചേരിയിൽ താമസിക്കുന്ന കുഞ്ഞ്, അവന് ABCD പഠിച്ചിട്ടില്ല. CAT. അതുകൊണ്ട് നമ്മളിൽ ആർക്കും പറയാൻ കഴിയത്തില്ല ഞാൻ പ്രായം കുറഞ്ഞവനാണ്, എനിക്ക് പഠിപ്പിച്ചുള്ള അനുഭവമില്ല. നമുക്കെല്ലാവർക്കും നമ്മുടെ ചുറ്റുമുള്ള പലരെക്കാളും യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയാം. ചിലരേക്കാൾ കൂടുതലല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള അനേക ആളുകളെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും അവരുടെ സ്കൂളിൽ അവരുടെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ ചില കാര്യങ്ങൾ അവർക്കറിയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഒത്തിരി ആളുകൾക്ക് യേശുവിനെ അറിയുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് യേശുവിനെ അറിയാം. നിങ്ങളുടെ വിളി എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ നിങ്ങളാകുക. നിങ്ങളുടെ സ്വഭാവം കൊണ്ടും നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ടും നിങ്ങളൊരു വ്യത്യസ്തരായിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവസരം കിട്ടുമ്പം നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ അവരോട് പങ്കുവയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് യേശു വ്യത്യാസം വരുത്തിയതെന്ന്. ഒരു പക്ഷെങ്കിൽ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലായിരിക്കാം. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. യേശു തുടർന്നും നമ്മളിലൂടെ ജീവിക്കുകയും നമ്മളിൽ കൂടെ മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ചിന്തിക്കുന്നു അവൻ നിങ്ങളിലൂടെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഒന്നാമത് നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ, നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെയോ നിങ്ങളുടെ ഭാര്യയുടെ കൂടെയോ നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇവിടെയൊക്കെയാണ് യേശു നിങ്ങളിൽ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ പഠിപ്പിക്കുക. ദയവായി ഇതിനാൽ പിടിക്കപ്പെടുക. ഇതെൻ്റെ ജീവിതത്തെ മുറ്റും മാറ്റിയതാണ്. ഞാൻ ഇതിനാൽ പിടിക്കപ്പെട്ടപ്പോൾ എന്നെ വിളിച്ചതിൻ്റെ പ്രഥമ ഉദ്ദേശം ഇവിടെ എവിടെയും സഞ്ചരിക്കുകയല്ല. ഞാൻ തന്നെ എന്തോ ആകാനാണ്. എൻ്റെ ഭവനത്തിൽ തന്നെ ഞാനൊരു വ്യത്യസ്തനാകുക. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും. അതിനുശേഷം മറ്റുള്ളവരെയും പഠിപ്പിക്കുക. അതെൻ്റെ ജീവിതത്തിൽ ഒരു ബാലൻസ് തന്നു. നിങ്ങൾ സേവിക്കുക അത് മാത്രമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനൊരു ബാലൻസ് കാണത്തില്ല. അല്പകാലത്തിന് ശേഷം നിങ്ങളൊരു കപടഭക്തനാണ്. പല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു പേരുണ്ടാക്കാം. CFCയിൽ പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സഹോദരൻ, വളരെ നല്ലത്. നമ്മുടെ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിനായിട്ട് പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? നിങ്ങളിൽ പലരും അതിന് പങ്കാളികളാവുന്നുണ്ടോ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിമാനം ഉണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു ജീവിതം ജീവിക്കുന്നില്ല എങ്കിൽ എന്താ പ്രയോജനം? നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എന്നാൽ അങ്ങനെ ഒരു ജീവിതം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നടത്തുന്നില്ല. അതേക്കുറിച്ച് ഓർത്താണ് നിങ്ങൾ മാനസാന്തരപ്പെടേണ്ടത്.